PC ജോർജ് ഈരാറ്റുപേട്ട കോടതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് ഷോൺ ജോർജ് അടക്കമുള്ളവർ BJP കേന്ദ്രങ്ങൾ PC ജോർജ് അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസിനെ കബളിപ്പിച്ചതാണോ അതോ കോടതിയിലേക്ക് ഹാജരാവാനുള്ള അവസരം പോലീസ് ഒരുക്കിയതാണോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ വിമർശനം ഉണ്ടാവാൻ ഇടയുണ്ട് വരും മണിക്കൂറുകൾ ഉറപ്പായും. എന്ന് പറഞ്ഞാൽ നേരത്തെ പറയുന്ന പോലെ വാദം പൂർത്തിയായി വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. അപ്പോൾ കോടതിക്ക് അറിയാം, അല്ലെങ്കിൽ പോലീസിനും നാട്ടുകാർക്കും മൊത്തം അറിയാം വിധി വരാൻ പോകുന്നു. അതിലൊന്നുകിൽ അത് PC ജോർജിൻ്റെ മുൻകൂർ ജാമ്യം തള്ളും അല്ലെങ്കിൽ ഉൾക്കൊള്ളുമെന്ന കാര്യം അറിയാം. അപ്പോൾ ആ പ്രതിക്ക് മേൽ ഒരു പോലീസ് സർവൈലൻസ് സാധാരണഗതിയിൽ ഉണ്ടാവുന്നതാണ്. നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കേസിലും ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ ഈ പറയുന്ന ബോച്ചയുടെ കാര്യത്തിലടക്കം ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതുമാണ് ഉടനടി അറസ്റ്റ്. ഈ കാര്യത്തിൽ അങ്ങനൊന്നും ഉണ്ടായില്ല. അതിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ ചില രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ട്. PC ജോർജിൻ്റെ BJP പ്രവേശനത്തിന് പിന്നാലെ ആണ് മെല്ലപ്പോക്ക് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഇതിനോടകം തന്നെ അന്തരീക്ഷത്തിലുണ്ട്. മാത്രം പരസ്യമായി പലരും പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും അതുണ്ടാകാനിടയുള്ള രാഷ്ട്രീയ ചർച്ച, പോലീസിന് PC ജോർജിനെ കോടതിയിൽ ഹാജരാവാൻ പോലീസ് അനുവാദം കൊടുത്തു, അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസ് കണ്ണടച്ചു എന്ന രീതിയിൽ ഉണ്ടാവാനിടയുള്ള രാഷ്ട്രീയ വിമർശനമാണ്. പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയിൽ ഉണ്ടാവാൻ പോകുന്ന നിയമത്തിൻ്റെ വ്യവഹാരങ്ങൾ തന്നെയാണ് കോടതിക്ക് മുന്നിൽ ഈ പറയുന്ന ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ്റെ അതിരൂക്ഷ വിമർശനങ്ങൾ അടങ്ങിയ ഒരു പാഠപുസ്തകം പോലെയുള്ള ഒരു മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് PC ജോർജ് ഹാജരാകുന്ന ഈ കോടതിക്ക് മുന്നിൽ എന്തായാലും എത്തും. കോടതി ഇത് വായിക്കുമ്പോൾ സ്വാഭാവികമായും അത്രത്തോളം രൂക്ഷമായ വിമർശനങ്ങൾ അടങ്ങിയ മുൻകൂർ ജാമ്യ ഉത്തരവിന് മുന്നിൽ വീണ്ടും ഒരു ജാമ്യം കൊടുത്ത് PC പുറത്തേക്ക് വിടുക എന്നത് കോടതി തുനിയുമോ എന്ന കാര്യമൊക്കെ കോടതിയുടെ വിവേചനാധികാരമാണ്. അല്പസമയത്തിനകം നമുക്ക് അതറിയുകയും ചെയ്യാം. BJP നേതാക്കൾക്കൊപ്പം എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീകുമാരൻ കോടതിക്ക് മുന്നിൽ തുടരുന്നുണ്ട്. ശ്രീത്ത്, കോടതിക്കുള്ളിൽ നടക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? PC യുടെ കേസ് ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. PC ജോർജ് അതിനകത്ത് തന്നെ തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങൾ, ഹൈക്കോടതിയുടെ കടുത്ത വിമർശനങ്ങൾ ഒക്കെ നേരിട്ടതിന് ശേഷമാണ്, നേരത്തെ അവർ പറഞ്ഞല്ലോ പോലീസിന് മുൻപിൽ ഹാജരാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് പോലീസിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് BJP നേതാക്കൾ ഒന്നടങ്കം തന്നെ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയിൽ തന്നെ വന്ന് കീഴടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി രാഷ്ട്രീയം നിർത്താൻ പറഞ്ഞു എന്ന തരത്തിൽ ആ കോടതിയുടെ പരാമർശത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഉണ്ടായത്. നമ്മൾ അപ്പോൾ തന്നെ ഓണയിൽ തന്നെ തിരുത്തി പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. കോടതിയുടെ പരാമർശങ്ങൾ ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PC ജോർജ് ഇവിടേക്ക് ഹാജരാകാൻ എത്തിയിട്ടുള്ളത്. എന്തായാലും PC യെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. ഇതിനു മുൻപ് സമാനമായ രീതിയിൽ പൂഞ്ഞാറിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്കുള്ള യാത്രയൊക്കെ വലിയ വിവാദമായി. നമുക്ക് വിധിപ്രസ്താവത്തെ വിമർശിക്കുന്നതിന് പ്രശ്നങ്ങളില്ല. പക്ഷേ വിധിപ്രസ്താവത്തിൽ ഇല്ലാത്ത കാര്യം പറയുന്നത് ഇപ്പോൾ PC ജോർജ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണം എന്ന് കോടതി ഉത്തരവിട്ടു എന്നൊക്കെ പറയാമോ? അങ്ങനെയല്ല, അത് ദുർവ്യാഖ്യാനമാണ്. കോടതി പറയുന്നത് ഇത്തരത്തിൽ ആവർത്തിച്ച് വിദ്വേഷ പ്രസ്താവന നടത്തിയ ഒരാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അർഹതയുണ്ടോ എന്ന ഒരു വലിയ ചോദ്യം ചോദിക്കലാണ് കോടതി. ശ്രീത്ത്, തീർച്ചയായും അത് അറിയാതെ പറഞ്ഞതാണോ അറിഞ്ഞിട്ട് പറഞ്ഞതാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. അദ്ദേഹം ഒരു ഉന്നതനായ നേതാവാണ്. അദ്ദേഹം അറിയാതെ പറഞ്ഞതാണോ അറിഞ്ഞിട്ട് പറഞ്ഞതാണോ എന്നതിനെ കുറിച്ചൊന്നും ഒരു വാക്ക് പറയാൻ നമ്മളാളല്ല. എന്തായാലും അതൊക്കെ പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. സ്വാഭാവികമായി അതെല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനമാകാൻ യോഗ്യതയുണ്ടോ എന്ന് മാത്രമാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിലാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ PC ജോർജ് ഈ കോടതി മുറിയിൽ വന്ന് കീഴടങ്ങേണ്ട ഒരവസ്ഥ വന്നത്. പുഞ്ഞാറുകാരുടെ 35 വർഷക്കാലത്തെ MLA ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു കോടതി മുറിയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹത്തെ കാത്തു മുഴുവൻ പ്രവർത്തകരും പുറത്തേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം. കുറേ ആളുകൾ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എതിർക്കുന്നുണ്ട്. വളരെയധികം ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ PC ജോർജ് ഖേദപ്രകടനം നടത്തിയെന്ന് പറയുന്നു. പക്ഷേ ഹൈക്കോടതി ജാമ്യ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ് എന്ന് ഹൈക്കോടതി തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കോടതി മുറിയിൽ അദ്ദേഹം ഇരിക്കേണ്ടി വന്നത്. എന്തായാലും ഇനി നേരത്തെ ടോബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്കൊക്കെ പോവുകയാണ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഒരു ജാമ്യം എന്ന തരത്തിലേക്ക് പോവുകയുള്ളൂ. ഇവിടുന്ന് കോടതിക്കകത്തിരിക്കുന്ന കാര്യമാണ് നമുക്ക് ഒരു ഘട്ടത്തിലൊന്നും പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ റിമാൻഡ് എന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. PC യുടെ വിധി എന്ത്, അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ അതോ റിമാൻഡിലേക്കോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. PC ജോർജ് എന്തായാലും ഈരാറ്റുപേട്ട എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് PC ജോർജ് ഈരാറ്റുപേട്ട കോടതിയിലേക്ക് വന്ന് കീഴടങ്ങിയിരിക്കുന്നു. നമ്മളെല്ലാവരും പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലും ഒക്കെ ആയിരിക്കുമ്പോൾ PC ഈരാറ്റുപേട്ട കോടതിയിലേക്ക് അഭിഭാഷകൻ മുഖേന വന്ന് കീഴടങ്ങിയിരിക്കുന്നു. നേരത്തെ ലിജിൻ ലാൽ പറഞ്ഞത് ഹാജരാവുക എന്നാണ്. ഹാജരാവുകയല്ല, പോലീസ് നോട്ടീസ് കൈപ്പറ്റാതെ കൃത്യമായ രീതിയിൽ കോടതിയിലേക്ക് വരികയാണ് PC ജോർജ്. പക്ഷേ കോടതിയിലേക്ക് വരുമ്പോൾ മുൻകൂർ ജാമ്യത്തിലെ രൂക്ഷ വിമർശനം അടങ്ങിയ ഉത്തരവുണ്ട്.
അത് പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദ പീപ്പിൾ മേ തിങ്ക് ദാറ്റ് ഈവൻ ഇഫ് ദ ബെയിൽ കണ്ടീഷൻസ് ആർ വയലേറ്റഡ് they will get anticipatory bail from the court of law. Such a message should not go to the society. എന്ന് പറഞ്ഞാൽ ജാമ്യ വ്യവസ്ഥകൾ നിരന്തരം ലംഘിച്ചാലും ആ തെറ്റ് പിന്നെയും ആവർത്തിച്ചാൽ പിന്നെയും നമുക്ക് ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കും എന്ന സന്ദേശം കോടതി സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജഡ്ജി PV കുഞ്ഞികൃഷ്ണന്റെ ഈ പറയുന്ന എന്താണ് ആ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ്.